ഗൈസ്, ഇന്ന് നമ്മുടെ ഈ ഡൊമിനാർ 250യുടെ ഈ ചെയിൻ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ചെയിനിൽ ഒട്ടും ലൂബില്ല, കംപ്ലീറ്റ് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായി തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെയിൻ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചെയിൻ ക്ലീൻ ചെയ്യാൻ ലൂബ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു TRM കാലിഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ക്ലീനറും അതേപോലെ തന്നെ അവരുടെ തന്നെ ലൂബുമാണ്. അപ്പോൾ ഈ ഒരു ക്ലീനറിൻ്റെ ലൂബിന് എനിക്ക് റേറ്റ് വന്നിരിക്കുന്നത് 380 രൂപയാണ്. ഞാനത് വാങ്ങിയത് കോഴിക്കോടുള്ള CB മോട്ടോ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബൈക്സിൻ്റെ ഷോപ്പിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഡോമിനാർ 400ൽ ഈ ഒരു ക്ലീനറും ലൂബും ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയത്. ഇനി ഈ ഒരു TRM കാലിഡിൻ്റെ ഈ ഒരു ക്ലീനറിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഹൈ പെർഫോമൻസ് ക്ലീനറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയിൻ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട്. ഗൈസ്, ഇനി ഈ ഒരു TRM കാലിഡിൻ്റെ ഈ ഒരു ലൂബിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇത് ഫുള്ളി സിന്തറ്റിക് ആണ്. അതുമാത്രമല്ല കളർലെസ് ആണ്. അതേപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റുമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഗൈസ്, ഇനി ഈ ഒരു ലൂബിൻ്റെ കേസിൽ ഈ ഒരു ലൂബ് നമ്മുടെ ചെയിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തായാലും ചെയിൻ ഇതേപോലെ തുരുമ്പ് പിടിക്കുന്നത്, മടക്കി വീഴുന്നത് അല്ലെങ്കിൽ വലിഞ്ഞു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ ഒരു ലൂബ് നമ്മുടെ ചെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഗൈസ്, അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു 800 അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് നമ്മുടെ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തിരിക്കണം. ഗൈസ്, ഇനി ചെയിൻ്റെ കേസിൽ ചെയിൻ നമ്മൾ വെൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ടല്ല വെക്കുന്നതെങ്കിൽ അത് നമ്മുടെ ചെയിൻ്റെ ലൈഫിനെ അതേപോലെ തന്നെ ബൈക്കിൻ്റെ പെർഫോമൻസിനെയും മൈലേജിനൊക്കെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയിൻ വെൽ ലൂബ്രിക്കേറ്റഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ചെയിൻ സ്പ്രോക്കറ്റൊക്കെ മാറുന്ന കേസിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് എപ്പോഴും ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി ഒരു ലൂബിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ലൂബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആകുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒട്ടി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൂബ് ചെയ്തിട്ട് പിന്നീട് ഓടുന്ന സമയത്ത് ഈ ഒരു വീലിൻ്റെയോ ഈ ഒരു ടയറിൻ്റെ സൈഡിലേക്കൊന്നും തെറിച്ച് പോകുന്ന പ്രശ്നം വരുന്നില്ല. അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഈ ചെയിൻ്റെ ഓറിങ്ങിലേക്കൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ആകുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്ലീനർ വെച്ച് ചെയിൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ലൂബ് കൂടി അപ്ലൈ ചെയ്യാം. ഗൈസ്, ഇനി ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുന്ന കേസിൽ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു ചെയിൻ്റെ പോർഷനും അല്ലെങ്കിൽ ഈ ഒരു റിയർ സ്പ്രോക്കറ്റും ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് വിടാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റിലൂടെ ക്ലീൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ കൂടി ഓപ്പൺ ചെയ്തിട്ട് എന്താ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അവസ്ഥയോടെ ഒന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടതാണിത്. കംപ്ലീറ്റ് പൊടിയും ചളിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ബൈക്ക് ഒരു മിനിമം ഒരു 2000-3000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യണമെന്നില്ല. പക്ഷേ ഒരു 2000-3000 കിലോമീറ്റർ ആകുമ്പോഴെങ്കിലും ഈ ഒരു ഏരിയ നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ നോക്കിയാൽ അറിയാം എത്രത്തോളം ചളിയും പൊടി ഇതിൽ പിടിച്ച് കിടക്കുന്നുണ്ടെന്നുള്ളത്. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ TRM കാലിഡിൻ്റെ ഈ ഒരു ക്ലീനർ വെച്ച് ഈ ഒരു ചെയിൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു TRM കാലിഡിൻ്റെ ഈ ഒരു ക്ലീനർ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു പിടിച്ചെടുക്കുന്ന ചളി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ചളി അകത്ത് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ ആയി ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെയിനിനൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയയിൽ കംപ്ലീറ്റ് പിടിച്ചിടുന്ന ചളിയും പൊടിയൊക്കെ ഒഴിവാക്കി. ഇനി നമുക്ക് ഈ ഒരു ചെയിൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ ഒരു റൗണ്ട് ക്ലീനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു തുരുമ്പ് വന്ന പോർഷനൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിനി ലൂബ് അപ്ലൈ ചെയ്യാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ചെയിൻ ക്ലീനും ലൂബും ചെയ്യുന്ന കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും സ്റ്റാർട്ടിങ്ങിലിട്ട് ചെയ്യാതിരിക്കുക. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ട് നമ്മൾ ഈ ഒരു പോർഷനിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കൈയൊക്കെ ഇതിൻ്റെ അകത്ത് കുടുങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്റ്റാർട്ടിങ്ങിലിട്ടുള്ള ക്ലീനിങ്ങും ലൂബിങ്ങും ഒഴിവാക്കുക.
ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ TRM ഗൈഡിൻ്റെ ഈ ഒരു ക്ലീനർ അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഒരു ക്ലോത്ത് വെച്ച് നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചെയിനിൽ ഈ ഒരു TRM ഗൈഡിൻ്റെ ചെയിൻ ലൂബ് കൂടി അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തു. ഈ ലൂബ് അപ്ലൈ ആണ്. നന്നായിട്ട് ചെയിൻ്റെ എല്ലാ പോർഷനിലും എത്തുന്ന രീതിയിൽ ഈ ലൂബ് അപ്ലൈ ചെയ്യാം. TRM ഗൈഡിൻ്റെ ഈ ഒരു ലൂബിൻ്റെ കേസിൽ അത്യാവശ്യം നല്ലൊരു സ്മെല്ലും ഉണ്ട് ഈ ഒരു ലൂബിന്. ചെയിനിലും നമ്മുടെ റിയർ സ്പ്രോക്കറ്റിലും അതേപോലെ നമ്മൾ നേരത്തെ ഫ്രണ്ട് സ്പ്രോക്കറ്റിലും അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ലൂബും അപ്ലൈ ചെയ്തു. അപ്പോൾ TRM ഗൈഡിൽ തന്നെ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ ലൂബാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. നെക്സ്റ്റ് ടൈം എല്ലാവരും ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുന്ന കേസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡോമിനാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.